ഗൈസ് അങ്ങനെ ഞങ്ങൾ റെഡിയായി താഴെ ഇറങ്ങുമ്പോഴേക്കും ലിജിയാട്ടിന് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചായക്കുള്ള കടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് രണ്ടാക്കും ചിക്കൻ കട്ട്ലറ്റും എനിക്ക് കുറച്ച് സ്പെഷ്യലുമായിരുന്നേ. ഈ റൈറ്റ് ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. കഴിച്ചു നോക്കിയിട്ട് എന്താന്ന് പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം വലിയ ഐഡിയ ഉണ്ടായില്ല. പിന്നെ ഞാൻ മനസ്സിലായത് പഴംപൊരി ബീഫ് വന്നിട്ടാ. എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചടി. പിന്നെ ഞാൻ നോക്കില്ല, പെട്ടെന്ന് കഴിച്ചു തീർത്ത് ഞങ്ങളത് ലൊക്കേഷനിലെത്തി. കുറച്ചു നേരം പുറത്തിറങ്ങിയപ്പോഴേക്കും പിള്ളേർക്കും എനിക്കും മടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പുഴുങ്ങിയിട്ട അവസ്ഥയായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തണുപ്പിക്കാൻ ഇതൊരു ഐസ്ക്രീം കൂടി കിട്ടിയിട്ടുണ്ടായിനെ. തിരിച്ചു വരുന്ന സമയത്ത് മക്കളും ലിജിയാട്ടിനും മാമിന്റെ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സമാധാനത്തിൽ റൂമിലെത്തിയിട്ട് ഐസ്ക്രീം ഇരുന്ന് കഴിച്ചു കേട്ടോ. എന്തെങ്കിലും കിട്ടിയാൽ തന്നെ ഇതുപോലെ സമാധാനത്തിൽ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കൽ വളരെ കുറവാണ്. അപ്പൊ എന്റെ ഐസ്ക്രീം ഇത് ഇവിടെ കാലിയായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രീസറിൽ കയറ്റിയ ചിക്കനെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ചിക്കനെ ഞാൻ എന്റെ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് തണുത്ത് മരവിച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പ് പോകാനായിട്ട് കുറച്ച് നേരം ഞാൻ പുറത്ത് വെച്ച് പിന്നെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അവസാനം ചിക്കനെ സുന്ദരിയാക്കാൻ ഞാൻ ഇത് കുറച്ച് കറിവേപ്പില കൂടി വെതറി കൊടുത്തിട്ടുണ്ട്. കൈ ചെറുതായിട്ട് പൊള്ളിയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായി ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ടാറ്റാ.